السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد. ഏറ്റവും ആദരവും ബഹുമാനവുമുള്ള വേദിയിൽ ഉപവിഷ്ടരായ ഉലമാക്കളെ, ജമാഅത്ത് പ്രസിഡന്റ് കാസിം ഹാജി, ജനറൽ സെക്രട്ടറി അബ്ദുൽ അസീസ്, ഖജാൻജി, മറ്റ് മുൻ പ്രസിഡന്റ് അബൂബക്കർ സാഹിബ്, ജമാഅത്ത് കമ്മിറ്റിയുടെയും മറ്റ് കീഴ് ഘടകങ്ങളായ എല്ലാ ജമാഅത്തിന്റെ സംഘടനകളുടെയും പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, ഖജാൻജിമാർ, ഭാരവാഹികൾ, ഈ നാട്ടിലെ പ്രമുഖ വ്യക്തികൾ, സഹോദര സഹോദരിമാർ, ഒരു സുദീർഘമായ പ്രഭാഷണം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് നന്ദാവറയിൽ പോയി എത്താനുണ്ട്. നിങ്ങൾ ഇന്ന് വളരെ ആകാംക്ഷയോടുകൂടെ കാത്തു നിൽക്കുന്നത് ഉനീസ് ഫൈസി ഉസ്താദ് അവരുടെ പ്രൗഢഗംഭീരമായ പ്രഭാഷണമാണ്. അദ്ദേഹത്തിന്റെ സമയം കവർന്നെടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, വളരെയേറെ പ്രതിസന്ധിയും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മുസ്ലിം സമുദായം അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എവിടെ നോക്കിയാലും മുസ്ലിമീങ്ങൾക്ക് വലിയ പരാജയമാണ്. ഒരു സമയത്ത് ഞങ്ങളൊക്കെ വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും മുസ്ലിമീങ്ങള് മാത്രം അനുഭവിക്കുന്ന രംഗം ജൂതന്മാരിൽ നിന്ന് സിറിയയിലും മറ്റും അനുഭവിക്കുന്ന രംഗങ്ങൾ പത്രമാധ്യമങ്ങളിലും TV ചാനലുകളിലൊക്കെ ഞങ്ങൾ പണ്ടൊക്കെ കണ്ടവരാണ്. അന്ന് അറിഞ്ഞ് അതൊക്കെ കാണുമ്പോഴേക്ക് ഞങ്ങളൊക്കെ അന്ന് ഞെട്ടിപ്പോയവരാണ്. പക്ഷേ ഇന്ന് നോക്കുമ്പോഴേക്ക് നമ്മുടെ നാടിൽ അതിനേക്കാളും ഗുരുതരമായ നിരക്കുള്ള പീഡനങ്ങൾ, പ്രയാസങ്ങൾ മുസ്ലിമീങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. മുസ്ലിമീങ്ങൾക്ക് ഇന്ത്യ രാജ്യത്ത് താമസിക്കാൻ തന്നെ ജീവിക്കാൻ പറ്റാത്ത ഒരു നിലപാടിലേക്കാണ് നമ്മുടെ രാജ്യം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ അർത്ഥം ഖിയാമത്ത് നാള് അടുത്തായി എന്നതിന്റെ വലിയ ഒരു സൂചനയാണ് അത്. ഈ കുഴപ്പങ്ങളെല്ലാം ഉണ്ടാകുന്നത് നാടുകളിലൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടായാൽ ഭരണത്തിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകാർ ആ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ അവരുടെ കഴിവുകളും ശക്തിയും ഭരണവും അതിനവർ ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ ഭരണാധികാരികൾ തന്നെ
പ്രജകളിൽ നിന്ന് പ്രത്യേകം ഒരു വിഭാഗക്കാരെ, പ്രത്യേകിച്ച് മുസ്ലിമീങ്ങൾ മാത്രം തേടിപ്പിടിച്ച് തിരഞ്ഞുപിടിച്ച് അവരെ ആക്രമിക്കുകയും വേദനിപ്പിക്കുകയും പീഡിപ്പിക്കുകയും കൊലപ്പെടുത്തുകയും നാടുകടത്തുകയും ചെയ്യുന്ന ദയനീയമായ കാഴ്ച നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. ഇത് ഖിയാമത്ത് നാള് അടുത്തു, മഹ്ദി ഇമാം വരാനായി എന്നതിന്റെ ഏറ്റവും വലിയൊരു സൂചനയാണ്. കാരണം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി, യഹുല്ലു ബി ഉമ്മത്തി ഫീ ആഖിരി സമാനി ബലാഉൻ ശദീദുൻ മിൻ സുൽത്താനിഹിം ലം യുസ്മഅ ബലാഉൻ അശദ്ദ മിൻഹു ഹത്താ ലാ യജിദു റജുലു മൽജഅൻ. പ്രവാചകർ പറഞ്ഞു, ഖിയാമത്ത് നാളിൽ എന്റെ ഉമ്മത്തിൽ ബലാഉൻ ശദീദ്, ശക്തമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇറങ്ങും. റസൂലുള്ളാഹിന്റെ വാക്കാണ് മക്കളെ, നിങ്ങൾ ആലോചിക്കണം. എന്റെ ഉമ്മത്തിമാരിൽ ശക്തമായ ബുദ്ധിമുട്ട്, ശക്തമായ പീഡനം, ശക്തമായ എതിർപ്പുകൾ, ശക്തമായ അദാബ് അവരുടെ ഭാഗത്തിൽ നിന്ന് ഇറങ്ങും. ബലാഉൻ ശദീദ് ആരുടെ ഭാഗത്തിൽ നിന്ന്? മിൻ സുൽത്താനിഹിം, എന്റെ ഉമ്മത്തിമാരെ ഭരിക്കുന്ന ഭരണാധികാരികൾ, ഭരണത്തിന്റെ തലപ്പത്തിരിക്കുന്നവർ, അവരിൽ നിന്നിട്ട് തന്നെ വലിയ പീഡനങ്ങൾ എന്റെ ഉമ്മത്തിമാരിൽ ഇറങ്ങുമെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സലാത്ത് വർക്കെ പറയും. ഇന്ന് വെള്ളിയാഴ്ച രാത്രി കഴിയുന്നത്ര കൂലിയുണ്ട്, പറഞ്ഞതിന് കൂടുതൽ കൂലിയുണ്ട്. നബി മുഹമ്മദുർ റസൂലുള്ളാഹി ലം യുസ്മഅ ബലാഉൻ അശദ്ദ മിൻ, അതിനേക്കാളും ശക്തമായ, അതിനേക്കാളും അശദ്ദു മിൻഹു, അതിനേക്കാളും ശക്തമായ ഒരു ബലാഇനും കേൾക്കപ്പെട്ടിട്ടേ ഇല്ല. അതിനേക്കാളും വലിയ ശക്തമായ ഒരു അദാബ്, വലിയ അദാബ് ഒരു കാലത്തും ഉണ്ടായിട്ടില്ലാതെ. ഖലീലുല്ലാഹി ഇബ്രാഹിം നബിന്റെ കാലത്തുണ്ടായില്ല, മൂസാ നബിന്റെ കാലത്ത് ഉണ്ടായിട്ടില്ലാത്ത, ശുഐബ് നബിന്റെ കാലത്തുണ്ടായിട്ടില്ലാത്ത, നൂഹ് നബിന്റെ കാലത്തുണ്ടായിട്ടില്ലാത്ത, ഈസാ നബിന്റെ കാലത്ത് ഉണ്ടായിട്ടില്ലാത്ത, അതിനേക്കാളും അവർ ആരും ദർശിച്ചിട്ടില്ലാത്ത, ആ സമുദായം ആരും കണ്ടിട്ടില്ലാത്ത, ആ സമുദായം ആരും അനുഭവിച്ചിട്ടില്ലാത്ത, അതിനേക്കാളും ക്രൂരമായ ഭയാനകമായ ശക്തമായ പീഡനം എന്റെ ഉമ്മത്തിമാരിൽ അവരെ ഭരിക്കുന്ന ഭരണാധികാരിൽ നിന്നിട്ട് ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. അത് നബി പറഞ്ഞത് നടക്കണം, നടന്നില്ലെങ്കിൽ കളവാവൂലേ. നബി പറഞ്ഞത് നടക്കുകയാണ്. ഇപ്പോൾ ഭരിക്കുന്നവർ, ഞാൻ പറയാറുണ്ട്, പൂജയാക്കുന്ന പൂജാരിക്ക് പിറക്കാം, അമ്പലം പിറക്കാൻ പാടില്ല. അമ്പലം പിറച്ചെങ്കിലും പോകും. ഭരിക്കുന്നവർ തന്നെ ഇങ്ങനെയായാലോ പ്രജകള് പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടാകും, ഒക്കെ ഉണ്ടാകും. അത് ഉണ്ടാകുമ്പോഴേക്ക് തീർക്കേണ്ട ആൾക്കാർ, ഭരണാധികാരികൾ, അവരിനെ ഈ നിലയ്ക്ക് ഒരു വിഭാഗത്തിനെ പീഡിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ? പുണ്യനബി പറയുന്നു, അവരെ ഭരിക്കുന്ന ഭരണാധികാരികളിൽ നിന്ന് അതിശക്തമായ അദാബ്, പീഡനങ്ങൾ എന്റെ ഉമ്മത്തിമാരിൽ ഇറങ്ങും. ആരിൽ? ഉമ്മത്തി, എന്റെ ഇജാബത്തിന്റെ ഉമ്മത്ത്, എന്റെ ഇജാബത്തിന്റെ ഉമ്മത്തായ മുഹമ്മദും ഇബ്രാഹിമും ജമാലുദ്ദീനും നൂറുദ്ദീനും കമാലുദ്ദീൻ ശംസുദ്ദീൻ ആയിഷ ജമീല ഖദീജ ഫാത്തിമ പോലോത്ത മുസ്ലിമീങ്ങൾ, മുസ്ലിമാത്തുകളുണ്ടല്ലോ, അവരിൽ ഭയാനകമായ അദാബ്, ശക്തമായ അദാബ് ഇറങ്ങുന്നു. ആ അദാബിന്റെ കടപ്പം എത്രയെന്നറിയാമോ?
ഹത്താ ലാ യജിദർ റജുലു മജ്മൽജൻ, ഒരു പുരുഷനിക്ക് ഒരു അഭയസ്ഥലം പോലും കിട്ടൂല. അവരെ പീഡിപ്പിക്കുമ്പോൾ വീട്ടിൽ നിന്നിട്ട് എല്ലാം വിട്ട് ഓടി രക്ഷപ്പെടാൻ ഒരു സ്ഥലം പോലും അവർക്ക് കിട്ടില്ല, ഒരു ഇടം കിട്ടില്ല, ഒരു മാളം കിട്ടില്ല, ഒരു കാട് കിട്ടൂല. എവിടെ പോയി കൂടിയാലും അവരെ കണ്ടുപിടിക്കാനും അവരെ വലിച്ചു കൊണ്ടുവരാൻ ശത്രുക്കൾ ശ്രമം നടത്തും. അങ്ങനെയുള്ളൊരു കാലം വരാനുണ്ട് എന്റെ സമുദായത്തിന് എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഏത് കാലത്ത്? വേറൊരു കാലമല്ല. ഇന്ന് ഡൽഹിയിൽ നിന്നിട്ട് വീടുകളിൽ നിന്നിട്ട് എല്ലാം വലിച്ചെറിഞ്ഞിട്ട് കാല് കയ്യോടുകൂടെ കാലിലേക്ക് ധരിക്കാനുള്ള ചെരുപ്പ് പോലും ധരിക്കാനുള്ള ആ സമയം ലഭിക്കാതെ അതിന് ധൈര്യപ്പെടാതെ വീടുകളിൽ നിന്നിട്ട് ഓടിപ്പോകും. ഒരു ഭാഗത്ത് വാപ്പ, ഒരു ഭാഗത്ത് ഭാര്യ, ഒരു ഭാഗത്ത് ഉമ്മ, ഒരു ഭാഗത്ത് മക്കൾ. അങ്ങനെ ശത്രുക്കളുടെ ഭാഗത്തുനിന്ന് അടിയേറ്റ് വേദനയേറ്റ് രക്തങ്ങളെ ചാലിട്ട് പഠിക്കുന്നവരെ ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോയി വെച്ച സമയത്ത് ആ ഹോസ്പിറ്റലുകളിലേക്ക് ശത്രുക്കൾ കയറിയിട്ട് അവരെ ചികിത്സിക്കാൻ ഡോക്ടർമാരെ അനുവദിക്കുന്നില്ല. ആ ഒരു അവസ്ഥയിലേക്ക് എത്തി. എന്റെ ഉമ്മത്തിമാരിൽപ്പെട്ട ഒരു മുഹമ്മദിനിക്ക്, ഒരു ഇബ്രാഹിമിനിക്ക്, ഒരു ഇസ്മായിലിനിക്ക്, ഒരു നൂറുദ്ദീനിക്ക് രക്ഷപ്പെടാൻ ഒരു അഭയ കേന്ദ്രം അവനിക്ക് കിട്ടൂല. നബി മുഹമ്മദുർ റസൂലുള്ളാഹി. ആ സമയത്താണ് യബ്അത്തുല്ലാഹു റജുലൻ മിൻ ഇത്റതി, എന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു പുരുഷനെ ആ സമയത്താണ് അല്ലാഹു തആല അയക്കുന്നത്. മഹദി ഇമാം വരുന്ന സമയമായി എന്നതിന്റെ സൂചനയാണ്. ലോകത്തുള്ള എല്ലാ ഭരണാധികാരികളും ഇന്ന് ഒറ്റക്കെട്ടാണ് മുസ്ലിമുകളെ എതിർക്കുന്നത്. റഷ്യയാകട്ടെ, ചൈനയാകട്ടെ, അമേരിക്കയാകട്ടെ, ബ്രിട്ടനാകട്ടെ, നമ്മുടെ രാജ്യമാകട്ടെ, മുസ്ലിമുകൾ ഉന്മൂലനം ചെയ്യുന്നതിൽ അവർ മുഴുവനും ഒറ്റക്കെട്ടാണ്. എല്ലാം ഒറ്റ. അവർക്ക് ഒരേ അഭിപ്രായമാണ്. നമ്മുടെ രാജ്യം സന്ദർശിക്കാൻ വേണ്ടി വരുന്ന രാജാക്കന്മാർ ഇവിടുത്തെ ഭരണാധികാരികളുടെ കൂടെ ഇരുന്നിട്ട് പറയുന്നതും മുസ്ലിമുകളെ ഒറ്റപ്പെടുത്തുന്ന വഴിയെന്ത് എന്നതിനെ കുറിച്ചാണ്. ഒരൊറ്റ രാത്രിയിലായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഹദി ഇമാമിനെ അതിന് അർഹനാക്കി തീർക്കുന്നത്. മഹദി ഇമാമിനിക്ക് പോലും അറിയില്ല ഞാനാണ് മഹദി എന്നറിയില്ല. ഞാനാണ് ലോകത്തിന്റെ മുഴുവനത്തിന്റെയും ഭരണം പിടിക്കുന്നവൻ, ചുക്കാണി പിടിക്കുന്ന ആളെ ഞാനാണ് എന്ന് മഹദി ഇമാമിനിക്ക് പോലും അറിയില്ല. അങ്ങനെ അറിയാതെ ഒരു രാത്രിയിലാണ് മഹദി ഇമാമിനെ അല്ലാഹു തആല ലോകത്തിന്റെ ഇമാമായി മഹദിയായിട്ട് നിയോഗിക്കുന്നത്, അതിനെ അർഹനാക്കുന്നത് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. സുഖ്റൂഫ് സൂറത്തിലെ 61-ാമത്തെ ആയത്തിൽ കാണാം, വഇന്നഹു ലഇൽമുൽ ലിസ്സാഅ ഫലാ തംതറുന്ന ബിഹാ വത്തബിഊനി ഹദാ സിറാത്തും മുസ്തഖീം. വഇന്നഹു ലഇൽമുൽ ലിസ്സാഅ, ലമീർ വടക്കാൻ മടങ്ങുന്നത് മർജിയിലേനെ പറഞ്ഞിട്ടില്ല. പലരും പറഞ്ഞു ഈസാ നബിയാണ് എന്ന്. എന്നാൽ ഒരു കൂട്ടം മുഫസ്സിരീങ്ങൾ പറയുന്നു ഹു എന്ന ലമീർ മടങ്ങുന്നത് മഹ്ദി ഇമാമിലേക്കാണ്. മഹദി ഇമാം ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. ഫലാ തംതറുന്ന ബിഹാ, നിങ്ങൾ ആ ഖിയാമത്ത് നാളിനെ സംശയിച്ചു പോകരുത്. എന്നെ നിങ്ങളെ പിൻപറ്റണേ.
ഹദാ സിറാത്തും മുസ്തഖീം. ഇത് മുസ്തഖീമായ റൂട്ടാണ്, ഇത് മുസ്തഖീമായ മാർഗമാണ്, ഇത് സൽപന്താവാണ്, ഇത് നേർക്ക് നേരെയുള്ള വഴിയാണ്. ഇസ്ലാം സുന്ദരമാണ്. ഇതിനെ നിങ്ങൾ അനുകരിക്കുക, ഇതിനെ നിങ്ങൾ പിൻപറ്റുക. ഖിയാമത്ത് നാളിന്റെ അടയാളം അത് ബഹുമാനപ്പെട്ട മഹദി ഇമാമാണ്. നമുക്ക് ദ്വാരക്കാം. അല്ലാഹുവേ മുസ്ലിമീങ്ങളെ ഈ നിലയ്ക്ക് അടങ്ങിയിറക്കുമ്പോൾ മുസ്ലിമീങ്ങളെ കൈപിടിക്കാൻ ആളില്ല റബ്ബേ, നേതാവില്ല റബ്ബേ. നീ മഹദി ഇമാമിനെ നമുക്ക് ഇറക്കി തരണേ അല്ലാഹ്. പേടിയെന്ത് പെട്ടെന്നെല്ലാം ഒരാൾക്കും ധൈര്യമില്ല. ദുനിയാവിൽ എന്നെ കൂടിയിറാൻ അങ്ങോട്ട് പോകുന്ന പരിപാടിയില്ല. അല്ലേ? അല്ലാഹുവേ ഈ മഹദി ഇമാമിനെ നമ്മുടെ കാലത്തിറക്കണേ. നമുക്ക് മഹദി ഇമാമിനെ കാണാൻ ബൈഅത്ത് ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. കാരണം ലോകത്തിലുള്ള ഭരണാധികാരികൾ മുഴുവനും മുസ്ലിമീങ്ങളെ ആക്രമിക്കുമ്പോ അത് മഹദി ഇമാം വരുന്നതിന്റെ സൂചന. ഖിയാമത്ത് നാളിന്റെ മഹദി ഇമാം വരാനായി. യലീ റജുലുൻ മിൻ ഇദ്റതി യുഅതു ഇസ്മുഹു ഇസ്മി വസ്മു അബീഹി അബീ. ലോകത്തിന്റെ മുഴുവനത്തിന്റെ ചുക്കാണി എന്റെ ഉമ്മത്തി, എന്റെ സമുദായത്തിൽ, എന്റെ കുടുംബത്തിൽപ്പെട്ട അഹ്ലി ബൈത്തിൽപ്പെട്ട ഒരു പുരുഷൻ ഏറ്റെടുക്കും. ലോകത്തിന്റെ മുഴുവനത്തിന്റെ അധികാരം, ലോകത്തിന്റെ മുഴുവനത്തിന്റെ അധികാരം ഏറ്റെടുക്കാൻ എന്റെ അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ഒരു പുരുഷൻ വരുന്നു. അയാളുടെ പേര് എന്റെ പേര് തന്നെയാണ്, അയാളുടെ വാപ്പാന്റെ പേര് എന്റെ വാപ്പാന്റെ പേരാണ്. യുസ്രിഹുല്ലാഹു ഫീ ലൈല. ഒരു രാത്രിയിലാണ് അല്ലാഹു അദ്ദേഹത്തിനെ ആ സ്ഥാനത്തേക്ക് അർഹനാക്കി തീർക്കുന്നത്. നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ മോശമായി തീരുന്ന ഭൂമി, കുഴപ്പമുണ്ടാകുന്ന ഭൂമി, രക്തങ്ങളെ ചാരിട്ട് വടിക്കുന്ന ഭൂമി, ഈ ഭൂമിയിൽ അദ്ദേഹം ഇറങ്ങി വന്നിട്ട് അദ്ദേഹം ഇറങ്ങി വരുമ്പോഴേക്ക് ഇവിടെ നീതിയില്ല, അനീതിയാണുള്ളത്. ഈ ലോകത്ത് മുഴുവനും തിങ്ങിത്തി നിറഞ്ഞു കിടക്കുന്നത് അതിക്രമമാണ്, അക്രമമാണ്, അനീതിയാണ്. ആ ഭൂമിയിൽ അദ്ദേഹം ഇറങ്ങി വന്നിട്ട് നീതിയെ നിറച്ചു കളയുമെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. യുഹിബ്ബുഹു സാകിനുൽ അർളി വമാ ഫീഹാ വസാകിനുസ് സമാഇ. അദ്ദേഹം ഇറങ്ങി വന്നാൽ ഭൂമിയിൽ താമസിക്കുന്നവർ മുഴുവനും അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടുകയാണ്. ആകാശത്തുള്ള മലാക്കന്മാർ ഇഷ്ടപ്പെടുകയാണ്. ആകാശം മഴയെ ചൊരിക്കുകയാണ്. ഭൂമി അതിന്റെ ചെടികളെയും സസ്യങ്ങളെയും മുളപ്പിക്കുകയാണ്. സുബ്ഹാന ജല്ല ജലാലോ ലാ തുംസികു ശൈആ. ഒരു വസ്തുവിനെയും പിടിച്ചു നിൽക്കാതെ ഒരു 6 കൊല്ലമോ 7 കൊല്ലമോ 8 കൊല്ലമോ ഓടിപ്പോയാലും 1 കൊല്ലം ഈ ലോകത്ത് അദ്ദേഹം ഭരിക്കുമ്പോ നല്ല സുഭിക്ഷയാണ്, സന്തോഷമാണ്. സുബ്ഹാന ജല്ല ജലാലു. എല്ലായിടത്തും നീതിയാണ്, എവിടെയും അതിക്രമമില്ല, കള്ളക്കൊടിയില്ല, പെണ്ണ് പിടിയില്ല, വ്യഭിചാരമില്ല, പെണ്ണിനെ തട്ടിക്കൊണ്ടുപോക്കില്ല, രക്തം ഒളിപ്പിക്കലില്ല, കുഴപ്പമില്ല, ഒന്നുമില്ലാത്ത ഭരണം ഈ ലോകത്ത് മഹദി ഇമാം കാണിച്ചു വെക്കുമെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്.
ഇനി അതിനെക്കുറിച്ച് കുറെ പറയാൻ മുനീസ് ഉസ്താദിന്റെ സമയം ഞാൻ കവർന്നെടുക്കുന്നില്ല. അദ്ദേഹം കൂടുതലായിട്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു തരും. അപ്പൊ ഇപ്പൊ നമുക്ക് വേണ്ടത് മഹദി ഇമാം. നമുക്ക് മഹദി ഇമാം വേണമെന്ന് എപ്പോ ദ്വാരക്കാൻ തുടങ്ങണോ അത് മഹദി ഇമാം വരുന്നതിന്റെ അടയാളം. അതതിന്റെ അടയാളം. ഞങ്ങൾ ദ്വാരക്കാൻ തുടങ്ങി, നമുക്കൊരു രക്ഷയില്ല. മഹദി ഇമാം വരണം. നമുക്ക് മഹദി ഇമാമിനെ കൊണ്ട് ബയ്യത്ത് ചെയ്യണം. മഹദി ഇമാം ആദ്യമായിട്ട് മക്കയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ യുബായുന്നാസു ബൈനർ റുകുനി വല്ലസ്വദി വൽ മഖാം. ഹജറുൽ അസ്വദിന്റെയും ഇബ്രാഹിം മഖാമിന്റെ ഇടയിൽ വെച്ചിട്ട് ലക്ഷക്കണക്കിനുള്ള ജനങ്ങളെ തിങ്ങി നിറഞ്ഞിട്ട് ആദ്യമായിട്ട് ബഹുമാനപ്പെട്ട മഹദി ഇമാമിനെ ബൈഅത്ത് ചെയ്യുമെന്ന് ഖാല റസൂലുള്ളാഹി. അങ്ങനെയുള്ള ബൈഅത്ത് നമുക്ക് നടത്തണം. മഹദി ഇമാം വേണം. നീതിയില്ല, ഒരു ഭരണം ലോകത്താരും നീതിയോട് കൂടെ ഭരിക്കുന്നില്ല. ഇത് മുസ്ലിം രാജാക്കന്മാരോ ജൂതന്മാരുടെയും ക്രിസ്ത്യരുടെ അടിമകളായി പോയി. മുസ്ലിം രാഷ്ട്രത്തിൽ റോഡ് ഉണ്ടാക്കണമെങ്കിൽ അമേരിക്ക പറഞ്ഞു കൊടുക്കണം എങ്ങനത്തെ റോഡാകണം. സൗദിയിൽ, ദുബായിൽ അമേരിക്കന്റെ മാപ്പാണ്, അമേരിക്ക ഭരിച്ചു കൊടുക്കണം. ഈ നിലയ്ക്ക് അവരുടെ അടിമകളായി ജീവിക്കുന്നു. എവിടെയും നീതിയില്ല. ഇപ്പോഴാണ് മഹദി ഇമാമിന്റെ ആവശ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹദി ഇമാമിനെ കാണാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. മഹദി ഇമാമിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മെ സംശുദ്ധന്മാരാക്കട്ടെ. നമ്മെ മുഅ്മിനീങ്ങളും മുത്തഖീങ്ങളും മുഖ്ലിസീങ്ങളിൽ മഹദി ഇമാമിന്റെ ഹഖ് കൊണ്ട് അല്ലാഹു പെടുത്തട്ടെ. മഹദി ഇമാമിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ദോഷങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. സ്വർഗ്ഗനിവാസികളിൽ നമ്മയും നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ, മക്കൾ, കുടുംബങ്ങൾ അല്ലാഹു പെടുത്തട്ടെ. ഇനി മാഷാ അല്ലാഹ് നമ്മുടെ മദ്രസ കെട്ടിടം വാഫിറ കോളേജിന്റേത് ഭംഗിയായി നിർവഹിച്ചത് UAE കമ്മിറ്റി വെൽഫെയർ ആണ്. ഇതിന് ഏറ്റവും കൂടുതൽ സഹായിച്ചത് നമ്മുടെ ജമാഅത്ത് കമ്മിറ്റിയും, ഇതിനു വേണ്ടി കഴിഞ്ഞ കമ്മിറ്റിയും ഇപ്പോഴുള്ള ജമാഅത്ത് കമ്മിറ്റിയൊക്കെ അതിനൊക്കെ മുന്നിട്ട് ഇറങ്ങിയിട്ട് അതൊക്കെ പൂർണ്ണമായി ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നാട്ടുകാരുടെ സഹകരണം. ഏറ്റവും കൂടുതൽ ഗൾഫ് രാജ്യത്ത് താമസിക്കുന്ന നാട്ടുകാർ, റഹ്മാന ഗൾഫിലുള്ളവർക്ക് കച്ചവടങ്ങളിൽ ബർക്കത്ത് ചെയ്യണേ. അവിടെ ഭാര്യ, മക്കൾ, കുടുംബജീവിതത്തിൽ ബർക്കത്ത് ചെയ്യണേല്ല. രോഗങ്ങളെ തൊട്ട് കാക്കണേല്ല. സന്തോഷം നൽകണേല്ല. ഈ നാട്ടുകാർക്ക് ഖൈറും ബർക്കത്തും നൽകണേല്ല. നമ്മിൽ മക്കളില്ലാത്ത പല പെണ്ണുങ്ങളും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. റബ്ബി അവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേല്ല. പടച്ചവനെ മക്കളെ കാണാൻ തൗഫീഖ് നൽകണേല്ല. നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ, മക്കൾ, കുടുംബങ്ങൾ നമ്മുടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഈ നാട്ടിലുള്ള എല്ലാവരുടെ രോഗങ്ങളെയും ഈ ശിഫയാക്കണേ റഹ്മാനെ. നമ്മിൽ മരണപ്പെട്ടവരുടെ ഖബറുകളെ സ്വർഗ്ഗത്തോപ്പാക്കണേ അല്ലാ. നമ്മയും അവരെയും നിന്റെ ജന്നാത്തുൽ നഈമിൽ ഒരുമിച്ച് കൂട്ടണേ മന്നാനെ എന്ന് പ്രാർത്ഥിച്ച് എന്റെ സംസാരം ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.